എല്ലാവർക്കും ഹായ്. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചല്ലേ. തിരുവോണമൊക്കെ ആയിട്ട് നമ്മൾ പായസത്തിലാണ് പരീക്ഷണം നടത്തിയത്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മളുണ്ടാക്കിയ പായസം ചേനയും ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ചക്കക്കാലത്ത്. അതും കൂടിയിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കൊന്ന് ഓട്ടിച്ചിട്ട് കണ്ടിട്ട് വന്നാലോ പായസം. അപ്പോൾ നമ്മളൊരു 650 ഗ്രാം കൂടുതൽ ചേന പുഴുങ്ങാനിട്ടുണ്ട്. വിശേഷ അവസരങ്ങളിൽ മാത്രം പൊങ്ങി വരുന്നതാണ് ഈ ഉരുളി. അപ്പോൾ നമുക്ക് ഉരുളി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്തും മുന്തിരിയും നമ്മൾ തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുന്തിരി ബോൾ പരുവത്തിൽ കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ചേന വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 4 വിസിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചേന ഒന്ന് കുറുക്ക പരുവത്തിൽ ഉടച്ചെടുക്കാം. നമ്മൾ ഉടച്ചെടുക്കുന്ന ചേന ചെറിയ തരിതരിപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. നമ്മളിത് ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്തും മുന്തിരിയും വറുത്ത് കോരിയ ആ നെയ്യിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അച്ചുവെല്ലമാണ്. ചേനയുടെ പച്ചമണമൊക്കെ നന്നായി മാറിക്കഴിയുമ്പോൾ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചക്ക അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചക്ക നേരത്തെ വരട്ടി വെച്ചതുകൊണ്ട് കട്ട പോലെ ഇരിപ്പുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ശർക്കര നന്നായി അലിഞ്ഞ് തിളച്ച് വരുന്നുണ്ട്. ചക്കയൊക്കെ നന്നായി അതിലേക്ക് മിക്സ് ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വല്ല കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ചക്കയിലൊക്കെ ആവശ്യത്തിന് മധുരമുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. അപ്പോൾ നമുക്കിനി പാൽ കൂടി ഒഴിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ശർക്കരപ്പാനി ഒഴിക്കുന്നത്. ഇനി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാം. നമ്മൾ 1.5 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ പാക്കറ്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ പായസം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം. അപ്പോൾ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശർക്കര ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കണേ. ഇല്ലെങ്കിൽ മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ മധുരം കൂടിപ്പോയിട്ട് കഴിക്കാതെയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി തൂവാം. ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ തിരുവോണത്തിന് ഉണ്ടാക്കിയ വെറൈറ്റി പായസം ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
നമ്മൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചക്കയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. ചേനയേക്കാൾ കൂടുതൽ ചക്കൻ്റെ ടേസ്റ്റാണ് എടുത്തറിയുന്നത്. ചേന മാത്രമായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.